ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയർലൻഡ് മല്ലു ലൈഫ്. ഇതൊരു പേഴ്സണൽ വീഡിയോ ആണ്. പേഴ്സണൽ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ അറിയാലോ, നമ്മുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ അയർലൻഡിലാണ്. അപ്പോൾ നമ്മളെപ്പോലെ അയർലൻഡിലോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാനൊരു നഴ്സാണ്. ഞാനിവിടെ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് വാസ്റ്റായിട്ടൊന്നും പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ അയർലൻഡിലെത്തി, ഞാൻ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഏജൻസികൾ എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ അയർലൻഡിലെത്തിയത്, അങ്ങനത്തെ ഒരു ചെറിയൊരു വിവരം നൽകുന്ന ഒരു ചെറിയൊരു വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് അയർലൻഡിൽ വരാൻ വേണ്ടിയിട്ട് വേണ്ടത് എല്ലാവർക്കും അറിയാം. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നതേ ഉള്ളൂ, OET ആണ്. OET പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് NMBI രജിസ്ട്രേഷനാണ്. NMBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് പോലെ അയർലൻഡിലെ നഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ NMBI രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഒന്നും ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് ആ NMBI സൈറ്റിനകത്ത് കയറുന്നു. NMBI സൈറ്റിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് അത് രീതിയിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ പ്രൊഫൈലിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ്, പിന്നെ ഫർദർ ഇൻഫർമേഷൻ റിക്വയർഡ് ആണെങ്കിൽ അവർ അങ്ങനത്തെ സ്റ്റാറ്റസിലോട്ട് മാറും. പിന്നെ ആ ഫർദർ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് സ്റ്റാറ്റസിലോട്ട്, അതായത് എഡ്യൂക്കേഷൻ അസസ്മെൻറ്റ് റിക്വയർഡ് അസസ്മെൻറ്റ് കംപ്ലീറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള പല സെക്ഷനുകളായിട്ട് NMBI രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും. ഡിസിഷൻ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡിസിഷൻ ലെറ്റർ ഉണ്ടെങ്കിലേ നമുക്ക് അയർലൻഡിലോട്ട് വന്ന് ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഡാപ്റ്റേഷൻ എന്ന 2 എക്സാമുകൾ എഴുതി നമുക്ക് NMBI പിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ NMBI പിന്ന് ലഭിച്ചാൽ മാത്രമേ നമുക്ക് അയർലൻഡിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കടമ്പകളാണുള്ളത്. ഒന്ന്, ഈ കടമ്പ എന്നുദ്ദേശിച്ചത് OET മാത്രമാണ് ഇച്ചിരി ഹാർഡസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ പല കൂട്ടുകാർക്കും NMBI രജിസ്ട്രേഷൻ വളരെ ക്വിക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരാഴ്ച കൊണ്ടൊക്കെ NMBI ഡിസിഷൻ ലെറ്റർ ലഭിച്ച സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് 1.5 വർഷത്തോളം എടുത്തു NMBI രജിസ്ട്രേഷൻ എടുക്കും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രീതികളും നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ അപാകതകൾ കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഡിലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് NMBI രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. അതിനൊരുപാട് ഏജൻസികൾ നാട്ടിൽ തന്നെ ഉണ്ട് NMBI രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന. ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ NMBI രജിസ്ട്രേഷൻ്റെ ഏജൻസികളുടെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളത് എനിക്കറിയാവുന്ന ഏജൻസികളുടെ നമ്പേഴ്സ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ NMBI നമ്മുടെ ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു CV, നല്ല രീതിയിലുള്ള ഒരു CV പ്രിപ്പയർ ചെയ്യുക. ആ CV നമ്മുടെ അയർലൻഡിലുള്ള അല്ലെങ്കിൽ അയർലൻഡിലെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസികൾക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് ഏജൻസികളുണ്ട്. ഞാൻ സർവീസ് സോഴ്സ് എന്ന ഏജൻസി മുഖാന്തരമാണ് ഈ അയർലൻഡിലെത്തിയത്. സർവീസ് സോഴ്സിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല എങ്കിലും സർവീസ് സോഴ്സ് നല്ലൊരു ഏജൻസി ആയിട്ട് എനിക്ക് തോന്നി. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ HSCയുടെ തന്നെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയതും ഞാൻ ഇപ്പോൾ അയർലൻഡിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവാകുന്ന മുഴുവൻ തുക, അതായത് നമ്മുടെ OET എഴുതുന്ന കാശ്, അതായത് ഒരു 35,000 രൂപ, അതുപോലെ തന്നെ നമുക്ക് വിസയ്ക്കാകുന്ന വിസ പ്രോസസ്സിങ് ഫീസ്, അതായത് നാട്ടിൽ നിന്ന് VFS വഴി നമ്മൾ അയർലൻഡ് വിസ എടുത്ത് വരുന്ന VFSലെ ഫീസ്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ മാസത്തെ റെൻറ്റ്, അതും കൂടാതെ നമുക്ക് ഇങ്ങോട്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റ് ചാർജ്. അപ്പോൾ ഇത്രയും കാശ് നമുക്ക് എത്രയാണോ നമ്മൾ ചിലവാകുന്നത് അത് ഇവിടെ വന്നിട്ട് 1 മാസത്തിനകത്ത് തന്നെ എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടി.
അപ്പോൾ അത് നമുക്ക് റീഫണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് തവണ OET എഴുതിയ കാശൊന്നും കിട്ടില്ല. നമ്മൾ പാസ്സാവുന്ന ഒരു OET ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു OET ടെസ്റ്റിൻ്റെ കാശ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ കാശ് എല്ലാം തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. സർവീസ് സോഴ്സ് ഒന്നാണ്, KCR, CPL തുടങ്ങി അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഉണ്ട്. അപ്പോൾ ആ ഏജൻസികളിലോട്ട് നമ്മുടെ മെയിൽ അയക്കുക, നമ്മുടെ പ്രൊഫൈൽ, അതായത് CV നല്ല പ്രോപ്പറായിട്ടുള്ളൊരു അയർലൻഡ് CV പ്രിപ്പയർ ചെയ്ത് അത് അയക്കുക. അയർലൻഡ് CV വേണ്ടവർക്കും എൻ്റെ കയ്യിലുള്ള CV ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്ത് തരും. സർവീസ് സോഴ്സ് അല്ലെങ്കിൽ ഏജൻസി, ഏത് ഏജൻസിയാണോ എനിക്ക് സർവീസ് സോഴ്സ് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു. ആ ഇൻ്റർവ്യൂ നമ്മൾ സെലക്ട് ആയിക്കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് ഏജൻസി അയച്ചു തരും. ആ ഏജൻസി അയച്ചു തരുന്ന ലിസ്റ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി തിരിച്ചു അയക്കുമ്പോഴത്തേക്കും ഏജൻസി തന്നെ നമുക്ക് ടിപ്പിക്കൽ വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കും. ആ വർക്ക് വിസ കിട്ടിയാൽ ഉടനെ ഏജൻസി നമ്മളോട് പറയും നിങ്ങൾക്ക് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും എടുക്കാം എന്ന് പറയും. ചില ഏജൻസികൾ അവർ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു തരും. പക്ഷേ ഞാൻ വന്ന രീതി എന്ന് പറയുന്നത്, എൻ്റെ ടിപ്പിക്കൽ വർക്ക് വിസ കിട്ടിയ AWS കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഏജൻസി പറഞ്ഞു വിസയും ടിക്കറ്റും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടിക്കറ്റും വിസയും എടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നു. പിന്നെ നമ്മൾ ഇവിടെ എത്തിയ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വീട് ലഭിക്കുക, വാടകയ്ക്ക് വീട് കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ട് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റലോ നഴ്സിംഗ് ഹോമോ എവിടെയാണ്, ആ പ്രദേശത്തെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ച് വേണം ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളും അറിയാൻ പറ്റുമല്ലോ. അപ്പം മാക്സിമം സിറ്റി സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റെൻ്റൊക്കെ ഭീമമായ റെൻറ്റുകളാണ്. അപ്പോൾ നമ്മളിവിടെ അധ്വാനിക്കുന്ന മുഴുവൻ കാശും അതിൻ്റെ പകുതിയിൽ കൂടുതൽ റെൻറ്റിൽ പോവേണ്ടി വരും. അപ്പോൾ അത് ഇച്ചിരി ഔട്ടറിലോട്ട്, വില്ലേജ് സൈഡിലോട്ട്, കൗണ്ടി സൈഡിലോട്ടുള്ളൊക്കെ മാറി താമസിക്കുകയാണെങ്കിൽ നമുക്ക് റെൻറ്റിൽ കുറച്ച് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാനിങ് അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ 2 ടൈപ്പ് എക്സാം രീതി ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനകത്ത് എക്സാം എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. ആപ്റ്റിറ്റ്യൂഡ് എക്സാം തിയറിയും പ്രാക്ടിക്കൽ അടങ്ങുന്ന 2 ദിവസത്തെ ഒരു പരിപാടിയാണ്. അഡാപ്റ്റേഷൻ അതങ്ങനെയല്ല. അഡാപ്റ്റേഷൻ നമ്മൾ ഏത് ആശുപത്രിയിലാണോ ജോലിക്ക് കയറുന്നത് ആ ആശുപത്രിയിൽ നമുക്കൊരു അസസർ ഉണ്ടാവും. അവർ നമ്മുടെ ചെയ്യുന്ന നമുക്കുള്ള ജോലികൾ അവർ പറഞ്ഞു തരും ആദ്യം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മളെ അസസ് ചെയ്തതിന് ശേഷം അഡാപ്റ്റേഷൻ നമ്മൾ പാസ്സാക്കും. നമുക്ക് ജോലി എവിടെ കിട്ടുന്നു ആ ആശുപത്രിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് അഡാപ്റ്റേഷൻ ആണോ ആപ്റ്റിറ്റ്യൂഡാണോ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏജൻസിയോട് റിക്വസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതി വരുന്നതിനോടാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാണ് എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ഏജൻസിയോട് റിക്വസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അഡാപ്റ്റേഷൻ മതിയെങ്കിൽ നമ്മൾ നേരത്തെ ഏജൻസിയോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഏജൻസി അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമുള്ള ആശുപത്രിയിലോട്ട് നമുക്ക് ഇൻ്റർവ്യൂ തരും. പിന്നെ പറയാനുള്ള കുറേ നാളുകളായിട്ട്, കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് HSCയുടെ ഫുൾ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസായിരുന്നു. കഴിഞ്ഞ ജൂലൈ കഴിഞ്ഞപ്പോൾ ആ ഫ്രീസ് എല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് ഇൻ്റർവ്യൂകൾ വരുന്ന സമയമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒരു നല്ല രീതിയിലൊരു CV പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഏജൻസികളിലോട്ട് അയക്കുക. ഞാനിവിടെ വരാൻ സഹായിച്ച ഏജൻസികളുടെ നമ്പരും അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മെയിൽ ID എല്ലാം ആവശ്യമായവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം എക്സാം കഴിഞ്ഞതിന് ശേഷം പിൻ നമ്പർ ആയതിനു ശേഷം നമ്മുടെ എംപ്ലോയർ ആരാണോ നമ്മുടെ ആശുപത്രി നമ്മുടെ ക്രിട്ടിക്കൽ സ്കില്ലിന് അപേക്ഷിക്കും. ക്രിട്ടിക്കൽ സ്കില്ല് ഏറെക്കുറെ ഒരു 2 വർഷത്തേക്കായിരിക്കും ആ കോൺട്രാക്ട് പീരീഡ്. ആ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റാമ്പ് 1 വിസയിൽ നിന്ന് സ്റ്റാമ്പ് 4 വിസയിലോട്ട് നമുക്ക് കൺവേർട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പറയുന്നില്ല.
ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നമ്മൾ അതിന് സംശയങ്ങളെല്ലാം മറുപടി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയെ, വൈഫിനെയും കുട്ടികളെയെല്ലാം ഇങ്ങ് അയർലൻഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ നമ്മൾ മൂവ് ചെയ്ത പോലെ മൂവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.